നമസ്കാരം. ലോക്ക്ഡൌണിന്റെ സമ്പൂർണ്ണ അടച്ചിടലിന്റെ തലേന്ന് ഉത്രാടപ്പാച്ചിലിനെ തോൽപ്പിക്കുന്ന കോവിഡ് പാച്ചിലിലാണ് നാട്. നിയന്ത്രണങ്ങൾ ലംഘിച്ച് ജനം തെരുവിലിറങ്ങിയതോടെ പലയിടത്തും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്ന സ്ഥിതി. ചന്തകളിലും തീരമേഖലകളിലുമൊക്കെ നല്ല തിരക്കാണ്. മാസ്ക് ധരിക്കാനും പലരും തയ്യാറാകുന്നു പോലുമില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് പോലീസ് നീക്കം. ജാഗ്രത കുറയ്ക്കുകയല്ല, കൂട്ടുകയല്ലേ വേണ്ടത്. അതിനെത്രത്തോളം നമ്മൾ കണ്ണു തുറക്കണം, വീട്ടിലിരിക്കണം. പിന്നെ ശ്രദ്ധിക്കാൻ ഏറെയുള്ളത് എന്താണ്? ഈ അരമണിക്കൂർ ചോദിക്കാം. പ്രമുഖ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പത്മനാഭ ഷേണായി നമുക്കൊപ്പം ചേരും. പ്രേക്ഷകർക്കും ചോദിക്കാം. ഫോണിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഒപ്പം ഫേസ്ബുക്ക് ലൈവിൽ പ്രതികരണങ്ങൾ അറിയിക്കും. ലോക്ക്ഡൌണിന് തുല്യമായ നിയന്ത്രണമുണ്ടെങ്കിലും ജനം അതൊന്നും കാര്യമാക്കുന്നില്ല. നിരത്തുകളിലും മാർക്കറ്റുകളിലും വലിയ തിരക്ക്. അവശ്യകാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ സത്യവാങ്മൂലം കയ്യിൽ കരുതണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ സത്യവാങ്മൂലം കാട്ടി പോലീസിനെ കബളിപ്പിക്കുന്നവരും കുറവല്ല. ഇത് തിരിച്ചറിഞ്ഞാണ് ഇളവുകൾ വെട്ടിച്ചുരുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള പോലീസ് തീരുമാനം. തീരമേഖലകളിലും സ്ഥിതി ഗുരുതരം. വീടുകളിലിരിക്കണം, അനാവശ്യമായി പുറത്തിറങ്ങരുത്. ആവർത്തിച്ച് സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും അഭ്യർത്ഥിച്ചിട്ടും ജനം അനുസരിക്കുന്നില്ല. പലയിടത്തും ഈ തിരക്കിന്റെ കാഴ്ചകളാണ്. നാളെ സമ്പൂർണ്ണ അടച്ചിടൽ ആരംഭിക്കുമ്പോഴെങ്കിലും ജനം സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. വി വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. നാളെ സംസ്ഥാനം അടച്ചുപൂട്ടുമ്പോൾ അവശ്യ സേവനങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുക. പൊതുഗതാഗതമടക്കം ഉണ്ടാകില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ സത്യവാങ്മൂലം കരുതണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട്. നാളത്തെ ലോക്ക്ഡൌൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇന്ന് KSRTC കൂടുതൽ സർവീസുകൾ നടത്തുകയും ചെയ്യും. റേഷൻ കടകൾ, പലചരക്ക് കടകൾ, പച്ചക്കറി, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, ഇറച്ചി വിൽപ്പന കേന്ദ്രങ്ങൾ, ബേക്കറികൾ തുടങ്ങിയവയ്ക്ക് ലോക്ക്ഡൌൺ കാലത്ത് പ്രവർത്തിക്കാം. രാവിലെ 6 മുതൽ വൈകിട്ട് 7:30 വരെയാണ് പ്രവർത്തന സമയം. ഹോട്ടലുകളിൽ പാഴ്സൽ സർവീസ് മാത്രം. ബാങ്ക്, ഇൻഷുറൻസ്, പണമിടപാട് സ്ഥാപനങ്ങൾക്ക് രാവിലെ 10 മുതൽ 1 മണിവരെ ഇടപാടുകൾ നടത്താം. പെട്രോൾ പമ്പുകൾ, ഗ്യാസ് ഏജൻസികൾ, കേബിൾ സർവീസ്, DTH എന്നിവയ്ക്ക് പ്രവർത്തനാനുമതിയുണ്ട്. KSRTCയും കൊച്ചി മെട്രോയും സർവീസ് നടത്തില്ല. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ യാത്രകൾ തടയില്ല. ചരക്ക് നീക്കത്തിനും തടസ്സമുണ്ടാകില്ല. അവശ്യ സർവീസുകൾ ഒഴികെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് അവധിയായിരിക്കും. നേരത്തെ നിശ്ചയിച്ച വിവാഹങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 20 പേർക്ക് പങ്കെടുക്കാം. എന്നാൽ മുൻകൂട്ടി വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. മരണാനന്തര ചടങ്ങുകളിലും 20 പേർക്ക് അനുമതിയുണ്ട്. ഇതും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അവശ്യവസ്തുക്കളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും വിതരണ കേന്ദ്രങ്ങൾക്കും പ്രവർത്തിക്കാം. വിദ്യാഭ്യാസ, കോച്ചിംഗ്, പരിശീലന, ഗവേഷണ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഡോക്ടർ പത്മനാഭ ഷേണായിലേക്ക് പോകുന്നതിന് മുമ്പ് VS അനു, ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്തും ചേർന്നു. അനു, ഇന്ന് ലോക്ക്ഡൌണിന് തലേ ദിവസം ഏത് രീതിയിലുള്ള തിക്കും തിരക്കുമാണ് നിരത്തുകളിൽ അനുഭവപ്പെട്ടത്? എത്ര ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടി വന്നു പോലീസിന്? അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വേണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതെല്ലാം മേഖലകളിൽ ഉള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് അത് റദ്ദാക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അപർണ, ഏറ്റവും പ്രധാനമായും നാളെ മുതൽ സംസ്ഥാനം ലോക്ക്ഡൌണിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ സാധാരണ മരുന്നുകൾ ഉൾപ്പെടെയുള്ള വാങ്ങുന്നതിന് വേണ്ടി നിരത്തുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ ഇളവുകളിൽ വെട്ടിക്കുറയ്ക്കണം എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ കെട്ടിട നിർമ്മാണ മേഖലയ്ക്ക് ഇളവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് അഥവാ ബാങ്കിംഗ് സംവിധാനങ്ങൾക്കും ഇളവുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുവാക്കൾ കൂടുതലായി പുറത്തേക്ക് ഇറങ്ങും. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എന്ന വ്യാജേന ആളുകൾ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം, ശക്തമായ നിയന്ത്രണം വേണം എന്നുള്ളതും പോലീസ് മുന്നോട്ട് വെക്കുന്നു. 11 മണിയോടുകൂടി DGP ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ ഉന്നതതല പോലീസ് യോഗം ചേർന്നു. അതിനുശേഷം
എന്തൊക്കെ നിയന്ത്രണങ്ങൾ വേണം, ഏതൊക്കെ ഇളവുകൾ വെട്ടിക്കുറയ്ക്കണം എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം അത് ചീഫ് സെക്രട്ടറിയും നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിയാലോചന നടത്തും. മാത്രമല്ല വൈകിട്ടത്തെ അവലോകന യോഗത്തിലും ഇക്കാര്യം ചർച്ചയാക്കും. അതിനുശേഷമാകും ഏതൊക്കെ ഇളവുകൾ ഒഴിവാക്കണം അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവുക. നമുക്കറിയാം, ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് സാധാരണക്കാരെ സംബന്ധിച്ച് നിരവധി അവശ്യ സാധനങ്ങളടക്കം വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ അത്തരം വലിയ ഒരു തിരക്ക് ഉണ്ടാകാതെ പോലീസ് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമാണ്. ഇന്ന് ഏതായിരുന്നാലും അത്തരം തിരക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയും പോലീസ് വെച്ച് പുലർത്തുന്നുണ്ട്. അപർണ. റൈറ്റ്, വി എസ് അനുവാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് ഡോക്ടർ പത്മനാഭകൃഷ്ണനായ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വീട്ടിലിരിക്കേണ്ട സമയത്തിലേക്ക് പോകണം, പക്ഷെ വീട്ടിലിരുന്നാലും ജാഗ്രത കൂട്ടിയേ പറ്റുകയുള്ളൂ. എത്ര ശക്തമായ രീതിയിൽ വേണം, ഇനി എത്രത്തോളം ജാഗ്രതയാണ് കൂട്ടേണ്ടത്? ഡോക്ടർ, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ കേൾക്കാം. പറയൂ. ഒറ്റ ചോദ്യമാണ് ഡോക്ടർ, എത്രത്തോളം ജാഗ്രതയാണ് കൂട്ടേണ്ടത്? വീട്ടിലിരുന്നാൽ മാത്രം മതിയോ? പല രീതിയിലുള്ള വൈറസിന്റെ വകഭേദമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇനി എത്രത്തോളം കരുതലോടുകൂടി, ഇനി എത്രത്തോളം ജാഗ്രതയാണ് കൂട്ടേണ്ടത്? നമ്മൾ ഈ വൈറസിന്റെ വകഭേദം നമുക്കറിയാമോ പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്കറിയാം, ആദ്യത്തെ വൈറസിന്റെ വേരിയന്റ് അല്ല രണ്ടാം ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. ഈ വൈറസ് കുറച്ചുകൂടി വ്യാപിക്കാൻ ശേഷിയുള്ള ഒരു വൈറസാണ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നേരത്തെ ഒരാളിൽ നിന്ന് 3 പേരിലേക്ക് പകരുമായിരുന്നെങ്കിൽ ഇപ്പൊ അത് ഒരാളിൽ നിന്ന് 5 പേരിലേക്ക് 6 പേരിലേക്ക് പകരുന്നു. അതാണ് ഈ വൈറസിന്റെ ഒരു വകഭേദത്തിന്റെ പ്രശ്നം. അതിന്റെ അർത്ഥം എന്താണ്? ട്രാൻസ്മിറ്റബിലിറ്റി, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള ശേഷി വളരെ കൂടിയ വൈറസാണിത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൈറസ് നമ്മളെക്കാളും സ്മാർട്ടറായി, അപ്പൊ നമ്മൾ വൈറസിനേക്കാളും കൂടുതൽ സ്മാർട്ടർ ആകണം. എന്താ ചെയ്യേണ്ടത്? ഒന്ന്, ഡബിൾ മാസ്കിംഗ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1 മാസത്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡബിൾ മാസ്കിംഗ് ചെയ്യുക. 2, നമ്മൾ തുറസായിടത്ത് മാത്രം ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. നമ്മൾ അത് ഇനി ഫാമിലി മെമ്പേഴ്സുമായിട്ട്. നമുക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അറിയാം, ഈ 40,000 പേർക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് കിട്ടിയ കുറെ ആളുകൾക്ക് ഇപ്പോഴും അവർ രോഗവാഹകരായിരിക്കും. അതിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവരുണ്ടായിരിക്കാം, നമ്മുടെ ബന്ധുക്കളുണ്ടായിരിക്കാം, നമുക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരിൽ നിന്നാണ് നമുക്ക് അസുഖം കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പൊ നമ്മൾ വീട്ടിൽ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക, ഒന്നാമത്തെ കാര്യം. 2, വീട്ടിലും നമ്മൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി പുറത്ത് പോയി വരുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ, ജോലിക്ക് പോകുന്നവരും അങ്ങനെയുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തൊക്കെ പോയി വന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും മാസ്ക് ഉപയോഗിക്കുക. 3ാമത്തെ കാര്യം, വീട്ടിൽ പ്രായമായതുകൊണ്ട് വാക്സിൻ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കഴിയുന്നതും മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് കുറയ്ക്കുക. 4ാമത്തെ കാര്യം, ഇന്ററാക്ട് ചെയ്യാതെ നമുക്ക് 7-8 ദിവസം 9 ദിവസം ഒന്നും ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ കഴിയുന്ന തുറസായ സ്ഥലത്ത് കസേരകളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രോഗവ്യാപനത്തിന്റെ റിസ്ക് വളരെ കുറയും. മാസ്ക് കൂടി വെച്ച് കഴിഞ്ഞാൽ രോഗവ്യാപനം വളരെ കുറയാനാണ് സാധ്യത. ഡോക്ടർ, ഇപ്പോൾ ഈ കാണുന്നത് തിരക്കുകൾ, ജനത്തിരക്ക് കാണുന്നത് ഒരു ഉത്രാടപ്പാച്ചിലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോവിഡ് പാച്ചിലാണ്. ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ഷോപ്പിംഗ്, അതോടൊപ്പം തന്നെ ഗതാഗത സ്തംഭനം ഉണ്ടാക്കുന്ന രീതിയിൽ മാസ്ക് ഇടൂ എന്ന് പോലീസിന് പറയേണ്ട ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. വളരെ അധികം ഒരു ഫോഴ്സ് സെക്യൂരിറ്റി ഫീലിംഗ്സിൽ ജനം നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനത്തിനോട് വളരെ കൃത്യമായിട്ട് ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഈ ഉത്രാട പാർട്ടി ലോക്ക്ഡൌൺ ഒരു ആഘോഷമാക്കാണ്ടിരിക്കുക. ഈ ലോക്ക്ഡൌണിന് വേണ്ടി ആഹാരങ്ങൾ മേടിച്ചു കൂട്ടുക, കുറെ കാര്യങ്ങൾ ചെയ്യുക, ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുക, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുക, ഇതല്ല ലോക്ക്ഡൌൺ നമ്മൾ ചെയ്യേണ്ടത്. സുഹൃത്തുക്കൾ ഇപ്പോൾ ലോക്ക്ഡൌൺ വീട്ടിലിരിക്കുമ്പോൾ സുഹൃത്തുക്കളെ വീട്ടിൽ വിളിച്ച് കയറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രോഗവ്യാപനം നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും. ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് നമ്മുടെ നാടിന് നല്ലതിന് വേണ്ടി ഗവൺമെന്റ് എടുത്തിരിക്കുന്ന എക്സ്ട്രീം ആയിട്ടുള്ള മെഷറാണ്. അപ്പൊ അത് നമ്മൾ എത്ര കൂടുതൽ അതിനോട് സഹകരിക്കുമ്പോൾ പെട്ടെന്ന് ലോക്ക്ഡൌൺ നമുക്ക് പിൻവലിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത് ആഘോഷമാക്കി മാറ്റാതിരിക്കുക. അതുകൊണ്ട് 2, പാനിക് ബൈങ്ങിന്റെ ആവശ്യമില്ലാന്ന് ഇന്നലെയും ഗവൺമെന്റ് പറഞ്ഞു, എല്ലാ മിനിസ്റ്റേഴ്സും പറഞ്ഞു, DGP പറഞ്ഞു, ആവശ്യ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, അതിന്റെ കടകൾ തുറന്നിരിക്കും. അങ്ങനെ നമ്മൾ ഓവറായിട്ട് പെട്ടെന്ന് പോയി മേടിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഇത്തവണ കുറച്ചൊരു പ്രിപ്പയർഡ് ആണ് നമ്മൾ. സ്റ്റോക്സ് എല്ലാം ഇനഫ് ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിന് നേരത്തെ ഫസ്റ്റ് ലോക്ക്ഡൌണിന്റെ പ്രശ്നം എന്തായിരുന്നു? ഗവൺമെന്റും അറിയില്ല ഇതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഇത് 2ാമത്തെ ലോക്ക്ഡൌണിൽ, ഇപ്പൊ ഈ ലോക്ക്ഡൌണിൽ ഡെഫിനറ്റ്ലി ഗവൺമെന്റിന് അറിയാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത, അതെങ്ങനെ നേരിടണം, അതിന് തക്കതായ ഉദ്യോഗസ്ഥർ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആവശ്യമില്ലാത്ത പാനിക് ബൈങ്ങിലോട്ട് പോയി സാധനം കുറെ മേടിച്ച് വെക്കുക,
റോഡില് ഭയങ്കരമായിട്ട് കുറെ വാഹനങ്ങൾ വരിക, തിരക്ക് വരിക, കടയിൽ ഓവറായിട്ട് തിരക്ക് വരിക, അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ കടകളിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ സാധനം മേടിക്കുന്നതിന് കൂടെ ഫ്രീ ആയിട്ട് കോവിഡ് കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി 32% നഗരങ്ങളിൽ നിന്ന് 30% മുകളിലാണ് നഗരങ്ങളിലെല്ലാം തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം രോഗവ്യാപനം തീർച്ചയായും ഡോക്ടർ, ഞാൻ തിരികെ വരാം. നമുക്ക് പ്രേക്ഷകർ കൂടി നമുക്കൊപ്പം ചേരും. വളരെ പെട്ടെന്ന് തിരികെ വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് പോയ ശേഷം ഒറ്റ നോട്ടത്തിൽ എന്താണ് സംസ്ഥാനത്ത് സംഭവിക്കുന്നത്? നാളെ മുതൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളും കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങിയിരിക്കുകയാണ്. നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതോടെ സ്ഥാപന ഉടമകളുടെ നിർദ്ദേശപ്രകാരമാണ് മടങ്ങുന്നതെന്ന് തൊഴിലാളികൾ ന്യൂസ് 8 പറയുകയാണ്. നമുക്ക് ആ റിപ്പോർട്ട് കൂടി കണ്ട ശേഷം തിരികെ വരാം. ഇത് എറണാകുളത്ത് നിന്നും പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്ന തൊഴിലാളികളാണ്. വാളയാറിൽ പാസിനായി കാത്തുനിൽക്കുന്ന കാഴ്ചയാണിത്. നാളെ മുതൽ 9 ദിവസത്തേക്കാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതെങ്കിലും ഇത് നീളാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങുന്നത്. ദീർഘദൂര ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറച്ചതോടെ സ്വകാര്യ ബസ്സുകളിലാണ് നാട്ടിലേക്കുള്ള മടക്കം. ഒരാൾക്ക് 4000 രൂപ വരെയാണ് യാത്രാക്കൂലി. സ്ഥാപന ഉടമകളുടെ നിർദ്ദേശപ്രകാരമാണ് മടങ്ങുന്നതെന്നും നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതിന് ശേഷം മടങ്ങി വരുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. പെട്ടെന്ന് ലോക്ക്ഡൌൺ ആയിട്ട് മുതലാളിക്ക് പോകാൻ പറഞ്ഞു. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ ജാസ്തി പ്രശ്നം കടകില്ലല്ലേ, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, നമ്മൾ പെട്ടെന്ന് പോകണം. എൻ്റെ കൂടെ 5 പേരുണ്ട്, ബാക്കി മൊത്തം 50 പേരുണ്ട്. മുതലാളി പറഞ്ഞ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് വിളിക്ക്, അപ്പോൾ നോക്കാം, പണി ജോലിയൊക്കെ വരും, വിളിക്കും, അങ്ങനെ പറഞ്ഞു. കഞ്ചിക്കോട് ഉൾപ്പെടെയുള്ള വ്യവസായ മേഖലകളിലും സമാന അവസ്ഥയാണ്. ഇവിടെ നിന്നും തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ വാളയാർ ഉൾപ്പെടെയുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ നിലവിൽ വരുന്നതോടെ ചരക്ക് വാഹനങ്ങൾക്കും മെഡിക്കൽ സേവനങ്ങൾക്കുമാണ് ഇളവുള്ളത്. ന്യൂസ് 18 പാലക്കാട്. സമ്പൂർണ്ണ അടച്ചിടലിന്റെ തലേന്ന് നിയന്ത്രണങ്ങൾ ലംഘിച്ച് തെരുവിലിറങ്ങിയിരിക്കുകയാണ് ജനം. പലയിടത്തും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു. ചന്തകളിലും തീരമേഖലകളുമൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ലോക്ക്ഡൌണിന് തുല്യമായ നിയന്ത്രണമുണ്ടെങ്കിലും ജനം അതൊന്നും കാര്യമാക്കുന്നില്ല. നിരത്തുകളിലും മാർക്കറ്റുകളിലും വലിയ തിരക്ക്. അവശ്യകാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ സത്യവാങ്മൂലം കയ്യിൽ കരുതണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ സത്യവാങ്മൂലം കാട്ടി പോലീസിനെ കബളിപ്പിക്കുന്നവരും കുറവല്ല. ഇത് തിരിച്ചറിഞ്ഞാണ് ഇളവുകൾ വെട്ടിച്ചുരുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള പോലീസ് തീരുമാനം. തീരമേഖലകളിലും സ്ഥിതി ഗുരുതരം. വീടുകളിലിരിക്കണം, അനാവശ്യമായി പുറത്തിറങ്ങരുത്. ആവർത്തിച്ച് സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും അഭ്യർത്ഥിച്ചിട്ടും ജനം അനുസരിക്കുന്നില്ല. പലയിടത്തും ഈ തിരക്കിന്റെ കാഴ്ചകളാണ്. നാളെ സമ്പൂർണ്ണ അടച്ചിടൽ ആരംഭിക്കുമ്പോഴെങ്കിലും ജനം സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വി അരുൺ തന്നെ നമുക്കിപ്പം. അരുൺ, അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്ന് സർക്കാരിനോട് പോലീസ് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ഇളവുകൾ റദ്ദാക്കിക്കൊണ്ട് ഏതെല്ലാം മേഖലകളിലായിരിക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യത? ഇപ്പോൾ സത്യവാങ്മൂലം ഹാജരാക്കിയാൽ പുറത്തു പോകാം. പുറത്തു പോകുന്നവരെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തി എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ സത്യവാങ്മൂലം ഹാജരാക്കിയാൽ മതി. ആ സത്യവാങ്മൂലം പലരും ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. സത്യവാങ്മൂലം പോലും വളരെ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്താനാണ് സാധ്യത. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം ചേരും. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു മാർഗനിർദ്ദേശവും മാനദണ്ഡവും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ശക്തമായ നടപടിക്ക് പോലീസ് നിർദ്ദേശം നൽകും. ഇല്ലെങ്കിൽ ഈ ലോക്ക്ഡൌൺ കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകില്ല എന്ന വിധത്തിലാണ് പോലീസിനുള്ളത്. ലോക്ക്ഡൌണിന്റെ ആദ്യഘട്ടം വിജയകരമായി നടപ്പായതും കഴിഞ്ഞ വർഷം നടപ്പായതും അതുവഴി രോഗവ്യാപനം കുറഞ്ഞതും ആളുകൾ പുറത്തിറങ്ങാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ കാഴ്ച ഇന്ന് ലോക്ക്ഡൌൺ ആരംഭിച്ചില്ലെങ്കിൽ കൂടിയും കടുത്ത നിയന്ത്രണങ്ങളാണ്. വാരാന്ത്യ തുല്യമായ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് 9-ാം തീയതി വരെ നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷെ അതൊന്നും പ്രസക്തമാക്കാതെ അല്ലെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ ജനം വലിയ തോതിൽ തെരുവിലിറങ്ങുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ശക്തമായ നടപടി വേണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നത്.
ഓക്കെ, റൈറ്റ്. ഞാൻ ഒരിക്കൽ കൂടി ഡോക്ടർ പത്മനാഭ ആ വിഷയത്തിലേക്കാണ്. അതായത് നിർമ്മാണ മേഖലകൾ അടക്കമുള്ളവരിൽ ഇളവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ആ ഇളവുകൾ പിൻവലിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നു. പക്ഷേ നമ്മുടെ ലോക്ക്ഡൌണിലൊക്കെ കടന്നുപോയ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി ഭയന്നുകൊണ്ടുകൂടി ജനം അതിനോട് സഹകരിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടുതലല്ലേ? ഏതെല്ലാം മേഖലകളിൽ നിയന്ത്രണങ്ങൾ വേണം, ഏതെല്ലാം മേഖലകളിൽ നിയന്ത്രണങ്ങൾ വേണ്ട? ഡോക്ടർ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപർണ, നമ്മൾ മിനി ലോക്ക്ഡൌൺ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഈ മിനി ലോക്ക്ഡൌണിന്റെ പ്രശ്നങ്ങൾ വളരെയധികം കൂടുതൽ ആളുകൾ പാലിച്ചില്ല. മുഖ്യമന്ത്രി 1.5 ആഴ്ച മുമ്പ് അബദ്ധം കേട്ട് കാണും പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ പൗരബോധത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ ജനങ്ങളെ ഞാൻ വിശ്വാസത്തിൽ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോക്ക്ഡൌണിൽ ചെറിയ നിയന്ത്രണം മുഖ്യമന്ത്രി പാലിച്ചത്, പ്രഖ്യാപിച്ചത്. പക്ഷേ അതൊരു പോലീസ് തന്നെ പിന്നെ പറയുകയുണ്ടായി 80% ആളുകളും ആവശ്യമില്ലാതെ പുറത്തിറങ്ങുന്നു. നമ്മൾ കൂടുതൽ ഇളവുകൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആളുകൾ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടും. മിസ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ബാക്കി കറക്റ്റായിട്ടത് പാലിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ദിവസം അകത്തിരിക്കേണ്ടി വരും. കാരണം രോഗവ്യാപനം കുറയാനായിട്ട് സമയമെടുക്കും. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഇതിനകത്ത് എടുക്കേണ്ടത് അവശ്യ സാധനങ്ങളും ഏറ്റവും അത്യാവശ്യമുള്ള സർവീസുകൾ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാം ഒരാഴ്ച നിർത്തിവെക്കുക തന്നെയാണ് ഏറ്റവും അഭികാമ്യം. അത് കഴിഞ്ഞ് കേസുകൾ കുറഞ്ഞു തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ റിലാക്സേഷനെ കുറിച്ച് ആലോചിക്കാം. ഒരാഴ്ച എന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പോലെ 2-3 മാസം വേണ്ടല്ലോ. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല ലോക്ക്ഡൌൺ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 7 to 10 days കഴിയുമ്പോൾ ഇത് മുകളിലോട്ട് പോകുന്നത് 42,000 45,000 വന്ന് പോകുന്നത് അറ്റ്ലീസ്റ്റ് 47-48 വന്ന് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ചാൻസ് എങ്കിലും ഉണ്ട്. പക്ഷെ അത്രയുമെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഗ്രാഫ് മുകളിലോട്ട് പോയി 45, 50, 55, 60 എന്ന് പറഞ്ഞു പോകും. ഇന്നത്തെ രീതിയിലുള്ള തിരക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് രോഗവ്യാപനം തടച്ചു നിർത്താൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ആരും ഗവൺമെന്റ് എന്തിനു വേണ്ടിയാണ് ചെയ്തേക്കുന്നത്? നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ചെയ്യുന്ന ഈ ഒരു നിയന്ത്രണത്തോട് നമ്മൾ ഓരോരുത്തരും പൗരന്മാരെന്ന രീതിയിൽ സഹകരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കഴിയുന്നത് പെട്ടെന്ന് തന്നെ ലോക്ക്ഡൌൺ ഇളവുകൾ നൽകാൻ ഗവൺമെന്റിന് സാധിക്കും. എക്കണോമിക് ആക്ടിവിറ്റി കൂടുതലായിട്ട് മുമ്പോട്ട് പോകും. ആളുകൾ വിചാരിക്കുന്നത് ലോക്ക്ഡൌൺ ചെയ്യുമ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി എല്ലാം നിന്നു പോകുന്നു എന്നുള്ളതാണ് അല്ലാതെ ഒരു സത്യമാണ്. പക്ഷെ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ ചെയ്ത് രോഗവ്യാപനം പെട്ടെന്ന് കുറച്ചു കഴിഞ്ഞാൽ എക്കോണമി പെട്ടെന്ന് മുകളിലോട്ട് കയറി വരും. അതേസമയം ലോക്ക്ഡൌൺ ഇല്ലാതെ നമ്മൾ ഈ രോഗം ഇങ്ങനെ പടർന്ന് പിടിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും പോകും, ജീവനും പോകും. അപ്പം ജീവനോപാധിയും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് ഡോക്ടർ ഞാനൊന്ന് ഇടപെടുന്നു. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കാക്കാനാണ് സക്കീർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നു. സക്കീർ, ഡോക്ടറോട് ചോദിക്കാം. കാരണം ജാഗ്രതയും ലോക്ക്ഡൌണും എല്ലാം ഒരേപോലെ ശക്തമാകുന്ന ഒരു സമയമാണ്. എന്താണ് സംശയം? ഇപ്പോഴത്തെ കാലത്ത് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് നമുക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാരും ഈ പോലീസും ആരോഗ്യ പ്രവർത്തകരും കൂടെ പ്രവർത്തിക്കുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കണം ലോക്ക്ഡൌൺ എന്തിനു വേണ്ടിയാണെന്നുള്ളത്. ആവശ്യ സാധനങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് വരിക, വീട്ടിൽ കുടുംബക്കാരുണ്ട്, കാരണന്മാരുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ രോഗത്തെ നിയന്ത്രിക്കാവുന്നതാണ്. ഓക്കെ, സക്കീർ പ്രതികരണം മനസ്സിലായി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഡോക്ടർ ഉള്ളത് കൊണ്ടാണ് സക്കീറിൻ്റെതായ ചില സംശയങ്ങൾ ഉണ്ടാവില്ലേ? ഏതെല്ലാം മേഖലകളിൽ എത്ര സമയമാണ് നിയന്ത്രണം വേണ്ടത് എന്നതടക്കം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടറോട് നേരിട്ട് ചോദിക്കും. നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് അതൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ ഓക്കെ, ഇപ്പൊ എടുത്ത തീരുമാനങ്ങളിൽ സംതൃപ്തനാണ് സക്കീർ എന്ന് പറയുന്നത്. ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത് ഈ കടകൾ തുറന്നിരിക്കുന്ന സമയം ഈ വൈകുന്നേരം 5 മണി വരെ മതി എന്നൊക്കെ ചില 5 തൊട്ട് 7 മണി വരെ കടകളിൽ വളരെയധികം തിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് ആ സമയത്ത് ഉള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ പ്രേക്ഷകർ ഇങ്ങനെ ഫേസ്ബുക്ക് ലൈവിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയബന്ധിതമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് തോന്നുന്നുണ്ടോ വൈകുന്നേര സമയങ്ങളിലൊക്കെ? വൈകുന്നേരം സമയങ്ങളിൽ തിരക്ക് വരാതിരിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ നേരം തുറന്നു വെക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. കാരണം തുറക്കുന്ന കടകൾ വളരെ കുറച്ച് കടകൾ മാത്രമേ തുറക്കാവൂ, ആവശ്യത്തിലുള്ള കടകൾ മാത്രമേ തുറക്കാവൂ. കാരണം മിനി ലോക്ക്ഡൌണിൽ തുറന്ന അവശ്യ സാധനങ്ങൾ അല്ലാത്ത കടകൾ തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ തിരക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഷോപ്പിംഗ് സ്പ്രീ ഒഴിവാക്കി തിരക്കുള്ള കടകളിൽ നമ്മൾ കയറാതിരിക്കുക. ജനങ്ങളെന്ന രീതിയിൽ ആരും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ കടയിൽ ഒരു 10, 20, 30 പേരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കയറാതിരിക്കുക. ചെറിയ കടയിലാണ് 3, 4 പേരുണ്ടെങ്കിൽ തന്നെ കയറാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആദ്യ ലോക്ക്ഡൌണിൽ നമുക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. അതായത് കടകളിൽ ഒരു 5 പേരെ കയറ്റും, അതിൽ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ആൾക്ക് കയറാൻ സാധിക്കുള്ളൂ, പുറത്ത് ക്യൂ നിൽക്കുക. ആ രീതിയിലുള്ള സംവിധാനങ്ങൾ തന്നെ നമ്മളിപ്പോൾ കൊണ്ടുവരണം. കാരണം തിരക്ക് പിടിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൌണിന്റെ തന്നെ പ്രസക്തി ഇല്ലാതാകും. നമ്മൾ സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊറോണ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രസക്തി ഇല്ല. ഇന്ന് നടന്ന തിരക്കിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ തിരക്കില് കുറച്ച് വ്യാപനം ഡെഫിനറ്റ്ലി നടന്നു കാണും. ഈ വ്യാപനത്തിന്റെ എഫക്ട് നമ്മുടെ ലോക്ക്ഡൌണിന്റെ എഫക്റ്റിനെ ഇല്ലാതാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
അതുകൊണ്ട് നമ്മൾ എല്ലാവരും സൂക്ഷിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നത് പോലീസിന്റെ പ്രശ്നം വെച്ചാൽ പോലീസ് നിയന്ത്രിക്കാൻ പോകുമ്പോൾ ആളുകൾ അതും ഇത് ആവശ്യമില്ലാത്ത ഒഴിവ് കഴിവുകൾ പറയുമ്പോൾ പോലീസിനും ബുദ്ധിമുട്ടാണ്. അവർ എത്ര പേരോട് ഒരു ദിവസം സംസാരിക്കും, അവർ എത്ര പേരെ കൺട്രോൾ ചെയ്യും. അതും ഓരോരുത്തരും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് ചെയ്ത ഈ ഒരു നിയന്ത്രണങ്ങളോട് നമ്മൾ പൂർണ്ണമായിട്ടും സഹകരിക്കുക. ഓക്കെ ഡോക്ടർ, ഒറ്റ സെക്കൻഡ്. എറണാകുളത്ത് നിന്ന് രൂപേഷ് എന്നൊരു പ്രേക്ഷകൻ. രൂപേഷ്, എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? ഡോക്ടർ, എന്റെ ഡൗട്ട് ഇതാണ്. ഈ പറയുന്ന കോവിഡിന്റെ പീക്ക് 15th എന്നാണ് പറയുന്നത്. ഇത് 15th കഴിഞ്ഞത് ഇത് ഡിക്രീസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇതൊരു ഫ്ലാറ്റൻ ചെയ്തിട്ട് പിന്നീട് നമുക്ക് ഒരു 30% കഴിയുമ്പോൾ ഒരു ഡിക്രീസ് പോയിന്റിലേക്ക് ഇത് വരുള്ളൂ? ഓക്കെ ഡോക്ടർ, നേരത്തെ പലരും ചോദിക്കുന്ന സംശയമാണ് ഇങ്ങനെ ഒരു ലോക്ക്ഡൌൺ ഈ സമയത്ത് കടക്കുമ്പോൾ അത് രോഗവ്യാപന തോത് ആ 2 ആഴ്ചക്കുള്ളിൽ കുറയുമെന്നുള്ള ചില വിലയിരുത്തലുകൾ ഉണ്ടല്ലോ, അതാണ് ചോദിക്കുന്നത്. അതെ, അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, $1 million ക്വസ്റ്റ്യൻ. ഇതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൈറസിന് എന്തെങ്കിലും ഒരു നിയന്ത്രണം നമ്മൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് കർവിൽ വരാനായിട്ട് 7 മുതൽ 10 ദിവസം വരെ പിടിക്കും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു വീക്ക് ഓൺ വീക്ക് നോക്കുവാൻ 150% വെച്ചാണ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. 35,000 കൊണ്ട് 32,000 42,000. അടുത്ത ഒരു 3, 4, 5 ദിവസത്തേക്ക് കൂടി തുടരാൻ തന്നെയാണ് സാധ്യത. അടുത്തൊരു വ്യാഴം വെള്ളി ദിവസമാകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫ്ലാറ്റനിങ്ങോ താഴത്തേക്ക് ഡിപ്പിങ്ങോ നമുക്ക് പ്രതീക്ഷിക്കാം. അത് താഴ്ന്നു വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് വിചാരിക്കാം അടുത്ത ഒരു 4-5 ദിവസം കൊണ്ട് വീണ്ടും കുറയും. അതൊരു 14-15 ദിവസം കഴിയുമ്പോൾ, അതായത് ഇപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്നത് May 7 May 18 അടുപ്പിച്ച് നമുക്ക് കുറച്ചൊരു കേസുകൾ കുറഞ്ഞു വരാൻ, ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറയാനുമുള്ള സാധ്യതയുണ്ട്. നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തപ്പോൾ അതിന് മുമ്പ് കൺട്രോൾ ആകാം. നമ്മൾ ലോക്ക്ഡൌൺ വളരെ പോറസ് ആണ്, ആളുകൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഡിലേഡ് ആകാം. പക്ഷെ അതിനുശേഷം കേരളം ഒരു പ്ലാറ്റ്യൂവിലേക്ക് പോകും. അതായത് ഒരു ലെവലിൽ വന്നിട്ട് കുറച്ച് നാളത്തേക്ക് ആ കേസ് തന്നെ കുറെ നാളത്തേക്ക് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ അത് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം താഴത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ അതായത് അതൊരു പോസിറ്റീവ് തോട്ടാണ് ഏതായാലും അല്ലെ നമ്മളെ ലോക്ക്ഡൌണിലേക്ക് കടക്കുമ്പോൾ. അതെ, വളരെ വളരെ തീർച്ചയായും. ഡോക്ടർ, കൊയിലാണ്ടിയിൽ നിന്ന് ഒരാൾ കൂടിയുണ്ട്, ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ. ബാലകൃഷ്ണൻ, എന്താണ് താങ്കൾക്കുള്ള ആശങ്ക? ഏത് രീതിയിലാണ് ഈ ലോക്ക്ഡൌണിലേക്ക് കടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള കോവിഡ് വ്യാപനം, എന്താണ് ചോദിക്കാൻ ഉള്ളത്? ഡോക്ടർ, ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഇപ്പോ ഈ മെനഞ്ഞാന്നാണല്ലോ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപിക്കുന്നതോടുകൂടി സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇന്നലെ ഇന്നും റോഡിലും അതുപോലെ തന്നെ മാർക്കറ്റിലും അതുപോലെ എല്ലായിടത്തും വമ്പിച്ച തിരക്കാണ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായും ഇനിയും അതിന്റെ എന്താണ് ഉദ്ദേശിച്ചത്, അതിന്റെ എതിരായിട്ടാണ് വരുന്നതെന്നൊരു ഒരു സംശയമാണുള്ളത്. അപ്പൊ അതെങ്ങനെ നിയന്ത്രിക്കും? അത് ഇന്നൊക്കെ എല്ലാ മാർക്കറ്റിലും എല്ലാ ടൗണുകളിലും ഒക്കെ ഈ വലിയ ജനക്കൂട്ടാണുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ ലോക്ക്ഡൌൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഫലമാണോ വരുന്നതെന്നുള്ളതാണ് ഒരു സംശയം. രണ്ടാമത്തത്, ഈ ലോക്ക്ഡൌൺ കൊണ്ട് ആളുകൾ ഇതുമായിട്ട് സഹകരിക്കുന്നില്ലെങ്കിൽ, ഓരോ 9 ദിവസം കൊണ്ടുള്ള ലോക്ക്ഡൌൺ കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ സംശയം. ഓക്കെ ഡോക്ടർ, നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം തന്നെയാണ്. കാരണം ഈ കോവിഡ് പാച്ചിൽ ഈ 2 ദിവസം കൊണ്ട് തന്നെ എത്രത്തോളം രോഗവ്യാപന തീവ്രത വർദ്ധിച്ചിട്ടുണ്ടാകാം. ജനങ്ങൾ ആ രീതിയിലാണ് നിരത്തുകളിലും കടകളിലുമെല്ലാം. ആ ഒരു സംശയമാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ന്യായമായ ചോദ്യം. അതെ, ന്യായമായ ഈ 3 പേരും പറഞ്ഞു നോക്കൂ. പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ജനത്തിന്റെ പൾസ്, ജനങ്ങളെല്ലാവരും ഒരു 80-90% ആളുകളും ഈ ലോക്ക്ഡൌണിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറാണ്. ഗവൺമെന്റിന്റെ കൂടെ നിന്ന് ഇത് അസുഖത്തെ പൊരുതാൻ തയ്യാറാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു രോഗവ്യാപനം 2 ദിവസം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ലോക്ക്ഡൌണിന്റെ ഒരു എഫക്റ്റിനെ കുറയ്ക്കും എന്നുള്ളത് സംശയമില്ല. ഈ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നമ്മൾ 3-4 ദിവസത്തെ രോഗവ്യാപനം സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോക്ക്ഡൌണിന്റെ എഫക്റ്റ് കണ്ടു തുടങ്ങാൻ 1-2 ദിവസം വീണ്ടും ഡിലേ ചെയ്യാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, 9 ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നീട്ടേണ്ടി വരാം. അത് ഗവൺമെന്റ് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ലോക്ക്ഡൌൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ സംവിധാനങ്ങൾ തകിടം മറിയുന്ന ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും. ഡോക്ടർ, കഴിഞ്ഞ തവണത്തെ പോലെയല്ല, 1ാം തരംഗം പോലെയല്ല 2ാം തരംഗം. ഒരുപാട് പേര് ആ സംശയം ചോദിച്ചിരിക്കുന്നു. എയർബോൺ എന്നുള്ളൊരു സിറ്റുവേഷൻ, ആ ഒരു സംശയത്തിലേക്കൂടെ വൈറസിന്റെ വകഭേദം പോകുന്നത് കൊണ്ടാണ്. അതിപ്പോൾ ഹോം ഡെലിവറി ആണെങ്കിലും കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും അത് ഇതിന്റെ ഒരു സ്പ്രെഡിങ് പാറ്റേൺ ഏത് രീതിയിലാണെന്ന് എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ കഴിഞ്ഞ തവണത്തെ ഉള്ളൊരു ജാഗ്രത, നമ്മൾ പറയുന്ന SMS എന്ന് പറയുന്ന ഒരു ജാഗ്രത കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതാണ് സംശയം. നമ്മൾ SMS പകരം മാസ് എന്ന് പറയാം. കുറച്ചുകൂടി അത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 2 തരത്തിൽ സ്പ്രെഡ് ചെയ്യാവുന്ന 2 തരത്തിലാണ്. ഒന്ന് നമ്മുടെ ഡ്രോപ്ലെറ്റ്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന കണങ്ങളിലൂടെ തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ആ ഡ്രോപ്ലെറ്റ് കുറച്ച് വെയിറ്റ് കൂടിയ കണങ്ങളാണ്. അതെന്ത് സംഭവിക്കുന്നു? വെയിറ്റ് കൂടിയ കണങ്ങൾ എവിടെയെങ്കിലും പ്രതലത്തിൽ പോയി പറ്റിപ്പിടിച്ചിരിക്കും, നമ്മുടെ മേശയിലോ കസേരയിലോ ഒക്കെ. എന്നിട്ട് അവിടെ നമ്മൾ തൊട്ട് കഴിഞ്ഞ് നമ്മുടെ മൂക്കിൽ തൊടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യണം, സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ പറയുന്നത് ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് കുറച്ച് കുറവാണ്. കൂടുതൽ എങ്ങനെയാണ്? എയറോസോളാണ്. എയറോസോൾ ചെറിയ കണികകൾ നമ്മുടെ വായുവിൽ തങ്ങി നിൽക്കും. കാരണം അതിന് വെയിറ്റ് ഇല്ല, അത് ഗ്രാഫ് അവർ വായുവിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. എന്നിട്ട് ആ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ
ആളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യും. അത് നേരത്തെയും അത് തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ എവിഡൻസ് അല്ലെങ്കിൽ പ്രൂഫ് അതിന് വേണ്ടി നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ തുറന്ന ഇടങ്ങളിൽ ആക്റ്റീവായിട്ടിരിക്കുക. തുറന്ന ഇടങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ രോഗവ്യാപനം വളരെ 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 കുറവാണ്. 95% കുറയും. അതിന്റെ കൂടെ മാസ്ക് കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി കുറയും. 98% നമുക്ക് ഡബിൾ മാസ്കിങ് ചെയ്ത് തുറന്ന ഇടങ്ങളിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രോഗവ്യാപനം വളരെ കുറയും. എന്തുകൊണ്ടാണ് ഡബിൾ മാസ്കിംഗ് എന്ന് പറയുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ കേരളത്തിൽ പടർന്നു പിടിക്കുന്ന UK വേരിയന്റിന്റെ സ്പ്രെഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള ശേഷി കൂടുതലാണ്. അപ്പൊ നമ്മൾ ഡബിൾ മാസ്കിംഗ് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും ഡബിൾ മാസ്കിംഗ് വെച്ച് കഴിഞ്ഞാൽ വൈറസിന്റെ വ്യാപനം കുറയും. തുറന്ന ഇടത്ത് കൂടിയാണ് ഇത് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ വളരെ വളരെ കുറയും. അപ്പോൾ AC റൂംസ് അവോയ്ഡ് ചെയ്യുക. ഒരു കടയിൽ പോകുമ്പോഴാണെങ്കിലും അവരോട് പറയുക വാതിൽ തുറന്നിടുകയാണെങ്കിൽ നല്ലതായിരുന്നു പറയുക, ജനാലകൾ തുറന്നിടുക. അത് ചെയ്താൽ തന്നെ വളരെയധികം രോഗവ്യാപനം കുറയും. പിന്നെ ഡബിൾ മാസ്കിംഗ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറയും. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഒരാൾ പുക വലിക്കുവാണെങ്കിൽ പറയും നിങ്ങൾ പുക വലിക്കുന്നത് ശരിയല്ല എന്ന്. പക്ഷെ മാസ്ക് വെക്കുന്നില്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആളോട് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ മാസ്ക് വെക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവം നമ്മൾ ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ, അതൊരു സോഷ്യൽ കോസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മാസ്കിംഗ് ഡെഫിനറ്റ്ലി കഴിഞ്ഞ 2 ആഴ്ച കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. റൈറ്റ്, വളരെയധികം നന്ദി ഡോക്ടർ പത്മനാഭ ഷേണായി. ഏതായാലും നാളെ മുതൽ ലോക്ക്ഡൌൺ ആണ്. കോവിഡ് ജാഗ്രത കൂട്ടുകയാണ്. നാളെയും തൊട്ട് എല്ലാ ദിവസവും 2:30 നമുക്കൊപ്പം കാണും ആരോഗ്യ വിദഗ്ധർ. ഈ സംശയങ്ങൾ നമുക്ക് മാറ്റാം, ജാഗ്രത കൂട്ടാം, അങ്ങനെ നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യും. വളരെയധികം നന്ദി ഒരിക്കൽ കൂടി ഡോക്ടർ പത്മനാഭ ഷേണായി. ഒപ്പം പ്രതികരിച്ച പ്രേക്ഷകർക്കും. പൂർണ്ണമാകുന്നു കോവിഡ് ജാഗ്രത. നമസ്കാരം. ഈ പരിപാടി